ഇന്ന് സന്ധ്യ മയങ്ങുന്നതോടുകൂടി നിർണായകവും വിശുദ്ധ റമദാനിൻ്റെ അവസാന ഭാഗവുമായ അതിപ്രധാന പത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇന്ന് മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞാൽ സവിശേഷവും ശ്രദ്ധേയവുമായ രണ്ട് പ്രാർത്ഥനകൾക്കാണ് നമ്മൾ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത്. ഒന്ന്, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കണമേ. രണ്ടാമത്തേത്, അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ നീ അഫ്വ് ചെയ്യുന്നവനാണ്, മാപ്പ് ചെയ്യുന്നവനാണ്, മാപ്പ് ഇഷ്ടപ്പെടുന്നവനുമാണ്, അതുകൊണ്ട് എനിക്ക് നീ മാപ്പ് നൽകണമേ. നരകത്തിൽ നിന്നും മോചനം കിട്ടാനും സ്വർഗപ്രവേശിതനാവാനും അള്ളാഹുവിൻ്റെ മാപ്പ് കിട്ടാനുമുള്ള പ്രാർത്ഥനകളാണ് ഇനി നമുക്ക് ചെയ്യാനുള്ളത്. അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. നരകം പ്രാർത്ഥിച്ച് രക്ഷപ്പെടേണ്ടുന്ന ഒരു സംഗതിയാണ്. പരിശുദ്ധമായ ഖുർആൻ സ്വാലിഹീങ്ങളായ ആളുകളെ പരിചയപ്പെടുത്തിയപ്പോഴൊക്കെ അവിടെയൊക്കെ പറയുന്നത് സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും എന്നാണ്. സൂറത്തു ആലു ഇംറാനിൽ അല്ലാഹു സ്വാലിഹീങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, അല്ലദീന യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ ദുനൂബന വഖിനാ അദാബന്നാർ. അല്ലദീന യഖൂലൂൻ, സ്വാലിഹീങ്ങളായ ആളുകൾ പറയും, റബ്ബന ഇഗ്ഫിർ ലനാ ദുനൂബന, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരണമേ. വഖിനാ അദാബന്നാർ, നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ. ഫുർഖാൻ സൂറത്തിന്റെ അവസാന ഭാഗം അള്ളാന്റെ ഇഷ്ടദാസന്മാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെയും ഇങ്ങനെയാണ് പറയുന്നത്, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമ. അള്ളാന്റെ ഇഷ്ടദാസന്മാരായ അടിമകൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ രക്ഷിതാവേ, സ്രിഫ് അന്നാ അദാബ ജഹന്നം, നരകത്തിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ നീ തിരിച്ചു കളയണമേ, രക്ഷപ്പെടുത്തണമേ. കാരണം ഇന്ന അദാബ ജഹന്നം കാന ഗറാമ, നരകത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് അതികഠോരമാണ്. ഇന്നഹാ സാഅത് മുസ്തഖറൻ, ഏറ്റവും മോശകരമായ വീട് നരകമാണത്, അതുകൊണ്ട് അതിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണമേ എന്ന് സ്വാലിഹീങ്ങളായ സത്യവിശ്വാസികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് ഖുർആൻ പറയുന്നു. എന്റെ സത്യവിശ്വാസികളും സ്വാലിഹീങ്ങളും ഈ നരകത്തെ കുറിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാനുള്ള കാര്യം, നരകം എന്ന് പറയുന്നത് ദുഃഖമാണ്, നരകം എന്ന് പറയുന്നത് വ്യസനമാണ്, നരകം എന്ന് പറയുന്നത് ശിക്ഷയാണ്, അദാബാണ്. നരകത്തിന്റെ വാസികൾ സദാസമയവും കരഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. സദാസമയവും നരകത്തിൽ നിന്ന് കേൾക്കുന്നത് കരച്ചിൽ മാത്രമാണ്. ലഹും ഫീഹാ സഫീറുൻ വശഹീഖ്, നരകത്തിലുള്ള ആളുകൾക്ക് സഫീറും ഷഹീഖും ഉണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അങ്ങേയറ്റം വേദന കൊണ്ടിട്ടുള്ള കരച്ചിൽ, പ്രയാസം, ഏകിക്കരയൽ, ഇത് മാത്രമാണ് നരകത്തിലുള്ളത് എന്ന് ഖുർആനാണ് നമ്മളോട് പറയുന്നത്. മറ്റൊരായത്തിൽ അല്ലാഹു ഇങ്ങനെ പറയുന്നു, വഹും യസ്തരിഖൂന ഫീഹാ, ആ നരകത്തിൽ കിടന്ന് അവർ അലമുറയിടും എന്നാണ് ഖുർആൻ പറയുന്നത്. കരയുമെന്ന് മാത്രമല്ല, യസ്തരിഖൂന ഫീഹാ, അവർ നരകത്തിൽ കിടന്ന് അട്ടഹസിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് അവർ പറയും, റബ്ബന അഖ്രിജ്നാ നഅമൽ സ്വാലിഹൻ ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ, അല്ലാഹുവേ ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് നീ ഒന്ന് പുറത്തു കടത്തുമോ. ഇത് ഖുർആനാണ്, നീ ഓതി കേൾക്കുന്നതെല്ലാം ഖുർആനാണ്. ആർക്കും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം നഗ്ന യാഥാർത്ഥ്യങ്ങളെ സത്യസന്ധമായി വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, റബ്ബന അഖ്രിജ്നാ മിൻഹാ, പടച്ചവനെ ഈ നരകത്തിൽ നിന്ന് ഞങ്ങളെ ഒന്ന് പുറത്താക്കുമോ. ഫഇൻ ഉദ്നാ ഫഇന്നാ ളാലിമൂൻ, ഞങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യാം,
ഈ നരകത്തിൽ നിന്നൊന്ന് പുറത്തേക്കിട്ടാൽ നഅമൽ സ്വാലിഹൻ, ഇനി ഫഇൻ ഉദിന, നീ ഞങ്ങളെ ഒന്ന് മടക്കി പുറകോട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയാൽ ഞങ്ങൾ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യാം. ഫഇന്നാ ളാലിമൂൻ, ഞങ്ങളൊക്കെ ഒരുപാട് ദുൽമ ചെയ്ത ആളുകളാണ്. ഇത് അള്ളാഹുവിനോട് നരകത്തിൽ കിടന്ന് അലമുറയിടുന്ന നരകവാസികളോട് അള്ളാഹു കൊടുക്കുന്ന മറുപടി. ഖുർആൻ തന്നെ പറയുന്നു, യഖ്സഉ ഫീഹാ വലാ തുകല്ലിമൂൻ, നീ അടങ്ങി കിടന്നോളണം, വലാ തുകല്ലിമൂൻ, ഇനി എന്നോട് സംസാരമില്ല എന്ന് രാജാധിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നരകവാസികളോട് തുറന്നടിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. അവസാനം അഭയങ്ങളില്ലാതെ, ആശാ കേന്ദ്രങ്ങളില്ലാതെ തൻ്റെ സ്രഷ്ടാവ് പോലും മാറി നിന്നപ്പോ രക്ഷയില്ലാതെ ഗത്യന്തര ഘട്ടത്തിൽ നരകവാസികൾ പിന്നെ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളിലേക്ക് തിരിയുകയാണ്. ഒരാശ്വാസത്തിന് വേണ്ടി, എവിടെയാണ് അഭയം എന്ന് ലഭിക്കുമോ എന്നറിയാൻ വേണ്ടി നരകാവകാശികൾ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളോട് പറയുന്ന രംഗവും ഖുർആൻ പറയുന്നുണ്ട്. وقال الذين في النار لخزنة جهنم ادعوا ربكم يخفف عنا يوما من العذاب, അവർ പറയും ലിഖസനതി ജഹന്നം, നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളോട് പറയും, ഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്, ഞങ്ങളെ ഒന്ന് ഈ ശിക്ഷയിൽ നിന്നൊന്ന് അല്പം, ഈ ശിക്ഷയിൽ നിന്നൊരു അല്പം ഇളവ് തരുമോ? ശിക്ഷ ഒഴിവാക്കേണ്ടതില്ല, ശിക്ഷയിൽ നിന്നൊരു ഇളവ് തരുമോ? ഞങ്ങൾക്ക് അസഹനീയമാണ്, സഹിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് ഇളവ് തരുമോ എന്ന് നരകവാസികൾ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളോട് ചോദിക്കുമെന്ന് ഖുർആൻ. അപ്പോൾ وقال الذين في النار لخزنة جهنم ادعوا ربكم يخفف عنا يوما من العذاب قالوا أولم تك تأتيكم رسلكم بالبينات قالوا بلى قالوا فادعوا وما دعاء الكافرين إلا في ضلال. നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ നരകവാസികളോട് പറയാം, അല്ല അവലം തകു തഅതീകും റുസുലുകും ബിൽ ബയ്യിനാത്ത്, നിങ്ങളിപ്പോ കിടക്കുന്ന ഈ നരകത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ എത്രയോ ആളുകൾ വന്നില്ലേ, പ്രവാചകന്മാർ, വിവരമുള്ളവർ, എത്രയോ പ്രസംഗങ്ങൾ, ക്ലാസുകൾ, ഇതിലൊക്കെ നരകത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ, പറഞ്ഞു തന്നിട്ടില്ലേ, പിന്നെ എന്തേ നിങ്ങൾ ഇവിടെ തന്നെ എത്താൻ കാര്യം? അതുകൊണ്ട് എന്നവരോട് പറയും നരകവാസികൾ, മലക്കുകൾ നരകവാസികളോട് പറയുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. പിന്നെയും അവർ പ്രതീക്ഷയോടുകൂടി നരകത്തിന്റെ പ്രധാനപ്പെട്ട കാവൽക്കാരനായ മലക്കിനോട് ചോദിക്കുകയാണ്, വനാദൗ യാ മാലിക് ലിയഖ്ളി അലൈനാ റബ്ബുക ഖാല ഇന്നകും മാകിസൂൻ ലഖദ് ജിഅനാകും ബിൽ ഹഖ് വലകിന്ന അക്സറകും ലിൽ ഹഖ് കാരിഹൂൻ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്. പിന്നീട് നരകത്തിന്റെ ചീഫായ മലക്കിനെ വിളിക്കുകയാണ്, യാ മാലിക്, മാലിക്കേ ലിയഖ്ളി അലൈനാ റബ്ബുക, ഞങ്ങളുടെ കഥയൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ എത്ര നന്നായിരുന്നു, ഞങ്ങളൊന്ന് മരിച്ചു കിട്ടിയാൽ. അവരുടെ ഭാഷയിൽ അവർ പറയാണ്, ഞങ്ങൾക്ക് ജീവനുള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിക്കുന്നത്, ഇത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ലിയഖ്ളി അലൈനാ റബ്ബുക, ഞങ്ങളുടെ കഥയൊന്ന് കഴിച്ചു തന്നാൽ എത്ര നന്നായിരുന്നു. അന്നേരം മാലിക് അവരോട് പറയാണ്, ഇന്നക്കും മാകിസൂൻ, ഇനി രക്ഷയില്ല, നിങ്ങൾ ഇവിടെ തന്നെ താമസിക്കേണ്ടവരാണ്. ലഖദ് ജിഅനാകും ബിൽ ഹഖ്, നിങ്ങൾക്ക് ഇപ്പോ ഇതുവരെ പറഞ്ഞു വെച്ച യാഥാർത്ഥ്യം നിങ്ങളിൽ സംഭവിച്ചു വന്നിട്ടുണ്ട്. ഇതുവരെ നരകത്തെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ, അത് നിങ്ങളിൽ ഇപ്പോ യാഥാർത്ഥ്യമായി, ഇനി രക്ഷയില്ല എന്ന് മലക്കുകൾ അവരോട് പറയും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നരകം എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനും ധാരാളം തവണ നമ്മളോട് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖുന്നാർ, ഈ നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം. വഅഇദ്ദത്ത് ലിൽ കാഫിരീൻ, അത് സത്യനിഷേധികൾക്ക് അല്ലാഹു തയ്യാർ ചെയ്യപ്പെട്ട അതിഭയാനകരമായ ഗേഹമാണ് എന്ന് ഖുർആൻ നമ്മളോട് പറയുന്നു. ഫഅൻദർതുകും നാറൻ തലല്ലാ, വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു, നാറൻ തലല്ലാ, ഭീകരമായി കത്തിക്കപ്പെടുന്ന നരകത്തെ നിങ്ങൾക്ക് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഉറക്കെ പറയുന്നുണ്ട്, അൻദർതുകും നാറൻ തലല്ലാ
ബഹുമാനപ്പെട്ട നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു സ്വഹാബി പറയുകയാണ്, അള്ളാന്റെ റസൂൽ അന്ന് പറയുന്നത് അങ്ങാടിയിൽ നിൽക്കുന്ന ഒരാൾ കേൾക്കുമായിരുന്നെങ്കിൽ അവർക്കൊരിക്കലും ഇത് കേൾക്കാൻ കഴിയില്ലായിരുന്നു. കാരണം സ്വന്തം തോളിൽ കിടക്കുന്ന മുണ്ട് പോലും കാൽഭാഗത്ത് വന്ന് വീഴുമായിരുന്നു. പേടിച്ചുകൊണ്ട് അത്രയും ഭയാനകരമായിട്ടാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെ നമുക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത് എന്ന് നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹു നമ്മളോട് പറയുകയാണ്. നരകത്തിന്റെ ഓരോ ഭാഗവും, നരകം എന്ന് പറയുന്നത് അല്ലാഹു സൃഷ്ടിക്കപ്പെട്ടതിന്റെ അതിന്റെ ഏറ്റവും ഭയാനകതയെ കുറിച്ച് ഖുർആൻ അടിക്കടി നമ്മളോട് പറയുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ റസൂലുള്ളാഹിയോട് കൂടെ ഇരിക്കുകയായിരുന്നു. ഇദ് സമിഅ വദബതൻ, അപ്പോൾ ഞങ്ങൾ വല്ലാത്ത ഒരു മുഴക്കം കേട്ടു, ഒരു ശബ്ദം കേട്ടു, ഒരു ഭയാനകരമായ ഒരു ശബ്ദം. അന്നേരം റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഹൽ തദ്രി മാ ഹാദാ, നിങ്ങൾ ഇപ്പോൾ കേട്ട ശബ്ദം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? സ്വഹാബികൾ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം. റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കുകയാണ്, ഹാദിഹി ഹിജാറ, അതൊരു കല്ലാണ്. റുമിയ ഫീ ജഹന്നം, അത് നരകത്തിലേക്ക് എറിയപ്പെട്ട ഒരു കല്ലാണ്. അത് 70,000 കൊല്ലം മുമ്പ് അതിന്റെ മുകളിൽ നിന്ന് വരാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ അതിന്റെ താഴ്ഭാഗത്ത് വന്ന് വീണ ശബ്ദമാണ് നിങ്ങൾ കേട്ടത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 700 വർഷം മുമ്പ് നരകത്തിന്റെ മുകളിൽ നിന്ന് എറിയപ്പെട്ട കല്ല് ഉരുണ്ട് 700 വർഷം മുമ്പ് വന്ന ഒരു കല്ലാണ് അതിനെ താഴേക്ക് എത്തുന്നത്. അത്രയും ദൂരം അത് സഞ്ചരിക്കണമെങ്കിൽ നരകത്തിന്റെ ആഴം എത്രയാണ്? അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അത്രമേൽ ഗൗരവപരമായിട്ടാണ് നരകത്തെ നമുക്ക് മുമ്പിൽ ബോധ്യപ്പെടുത്തി തരുന്നത്. ഇന്ന ലദൈനാ അൻകാലം വജഹീമ വതആമൻ ദാ ഗുസ്സത്തിൻ വഅദാബൻ അലീമ. അല്ലാഹു പറയാ, നരകത്തിൽ ഞാൻ ചങ്ങലകൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നരകവാസികൾക്ക് പ്രത്യേകമായ ചങ്ങലകളാണ്. വതആമൻ ദാ ഗുസ്സത്തിൻ, തൊണ്ടയിൽ കുടുങ്ങുന്ന ഭക്ഷണവും അവർക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. ഭക്ഷണം ചോദിക്കുമ്പോ, വെള്ളം ചോദിക്കുമ്പോ സൂറത്തുൽ കഹ്ഫിൽ നമ്മൾ ഓതാറുണ്ട്, വഇയസ്തഗീതു യുഗാസു ബിമാഇൻ കൽമുഹ്ലി യശ്ഫിൽ വുജൂഹ് ബിഅസ ശറാബു വസഅതു മുത്തഫഖ. നരകത്തിലെ ആളുകൾ അതിശക്തമായ ചൂട് കൊണ്ട് ദാഹിക്കുമ്പോ അല്ലാഹുവോട് സഹായം ചോദിക്കും. അപ്പോൾ അവർക്ക് കൊടുക്കപ്പെടും ബിമാഇൻ കൽമുഹ്ലി, ലോഹങ്ങൾ ഉരുക്കിക്കൊണ്ടുള്ള വെള്ളം. ഇരുമ്പുരുക്കി വെള്ളമായാൽ അതിന്റെ ചൂട് എത്രയാണ്? ഇത് ഖുർആനാണ്. അവർ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ കൽമുഹ്ലി യശ്ഫിൽ വുജൂഹ്, അവരുടെ മുഖം ശവായ പോലെയാകുമെന്നാണ്. ശവായ നമുക്ക് പരിചയമുള്ള സാധനമാണ്. അത് വെന്തുരുകി വല്ലാത്ത അവസ്ഥയിലാകും അവന്റെ മുഖം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത്രമേൽ ഗൗരവപരമായ ഒരു നരകത്തിൽ നിന്ന് സത്യവിശ്വാസി രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ദിനരാത്രങ്ങളാണ് വരാൻ പോകുന്നത്. ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മാസമാണ് വിശുദ്ധ റമദാൻ, വിശിഷ്യ അതിന്റെ അവസാന രാത്രികളും സമയങ്ങളും ഒക്കെ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ഇന്ന് മുതലുള്ള ദിനരാത്രങ്ങളെ കൂടുതൽ ഹയാത്താക്കുകയും ആരാധനാ കർമ്മങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്ന് മുതൽ എല്ലാ ദിവസവും രാത്രി നമ്മുടെ പള്ളിയിൽ ഇഅ്തികാഫും മജ്ലിസും ദുആയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. നമ്മളും നമ്മുടെ മക്കളും ഒക്കെ അതിൽ പങ്കെടുത്ത് ഈ രാത്രികളെ ഹയാത്താക്കി കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാനും നമ്മുടെ തെറ്റിൽ നിന്ന് അല്ലാഹുവിനോട് പാപമോചനം നടത്താനും ഇപ്പോൾ നമ്മൾ പറഞ്ഞു കേട്ട ഇതിലപ്പുറമുള്ള നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെയുള്ള വഴിയൊരുക്കണം. നമ്മൾ മാത്രമല്ല, നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഈ പറയപ്പെട്ട നരകത്തിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പോലും അവസാന 10 വന്നാൽ തയ്യാറെടുക്കുമായിരുന്നു. കുടുംബങ്ങളെ വിളിച്ചുണർത്തുമായിരുന്നു. രാത്രി ഹയാത്താക്കുമായിരുന്നു. ഹബീബുനാ റസൂലുള്ളാഹി സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന നബിതങ്ങൾ പോലും അവസാനത്തെ 10 ഹയാത്താക്കുകയും തയ്യാറാവുകയും കുടുംബത്തെയൊക്കെ വിളിച്ചുണർത്തുകയും ചെയ്യുമായിരുന്നെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യണം എന്നതിനെ കുറിച്ച് നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടതാണ്.
ഇന്നു മുതൽ തുടർന്നുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ സദുദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.